ദ്വീപുകളെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പിൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി പൂണിയിൽ മറച്ചു വെച്ചു. അവൻ എന്നോട്, ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു സാധാരണക്കാരനല്ല. നിങ്ങളൊരു അസാധാരണ മനുഷ്യനാണ്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ അസാധാരണമാണ്. കാരണം നിങ്ങളെ വിളിച്ചത് യഹോവയാണ്. നിങ്ങളെ വിളിച്ചത് നിങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ്. സർവശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ വിളി വലുതാണ്. എപ്പോഴാണ് ദൈവം നമ്മെ വിളിച്ചത്? യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ വിളിച്ചു. അവൻ നമ്മെ പേര് ചൊല്ലി വിളിച്ചു. ഓമന പേര് ചൊല്ലി വിളിച്ചു. ദൈവം നിങ്ങളെ വിളിച്ചു. ദൈവം നിങ്ങളെങ്ങനെയാണ് വിളിച്ചത്? ഓമന പേർ ചൊല്ലിയാണ് വിളിച്ചത്. നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ അമ്മ നിങ്ങൾക്കൊരു ഓമന പേരിടുന്നതിന് മുൻപ് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവം നിങ്ങളെ വിളിച്ചു. ഓമന പേർ ചൊല്ലി വിളിച്ചു. പ്രിയപ്പെട്ടവരെ, നിമിഷം വരെ അവൻ നിങ്ങളുടെ വായെ മൂർച്ച കൂട്ടുന്നുണ്ടായിരുന്നു. അവൻ നിങ്ങളെ മിനുക്കി ഒരമ്പാക്കി പണിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളാകുന്നത് കൃപയാലാണ്. എന്നാൽ ഈ നിമിഷം വരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില പണികൾ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ പണി ആരംഭിച്ചത് ഗർഭപാത്രത്തിങ്കൽ വെച്ചിട്ടാണ്. ഗർഭപാത്രത്തിൽ നീ ഉരുവാകുന്ന നിമിഷം മുതൽ ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. ഇന്ന് നീ ഭൂമിയിൽ കാലൂന്നി നിൽക്കുന്നതിൻ്റെ പുറകിൽ നിങ്ങളുടെ ശരീരത്തിൽ 206 അസ്ഥികൾ പ്രവർത്തിക്കുന്നുണ്ട്. പണ്ട് അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവായ സമയത്ത് നിങ്ങളെ ഒന്ന് കാണാൻ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ അമ്മയെയും കൂട്ടി ഒരു സ്കാനിങ് സെൻ്ററിലേക്ക് പോയപ്പോൾ നിന്നെ ഒന്ന് കണ്ടെത്താൻ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായം വേണ്ടി വന്നു. അത്രത്തോളം ചെറുതായിരുന്നു നാം ഓരോരുത്തരും. ആ പൊട്ടുപോലെ ഇരിക്കുന്ന എന്നെ ഈ ഭൂമിയിൽ ഒന്ന് കാലൂന്നി നിർത്താൻ ദൈവം ആ പൊട്ടിൻ്റെ അകത്ത് 206 അസ്ഥികൾ മറച്ചു വെച്ചിരുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഗർഭം മുതൽ ദൈവം നിങ്ങളെ പണിതിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വായെ മൂർച്ചയുള്ള വാൾ പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലകളിൽ ശത്രു തകർത്ത് കളയാൻ പദ്ധതികൾ മെനഞ്ഞ സ്ഥാനത്ത് പകൽ പറക്കുന്ന അസ്ത്രങ്ങളുടെ നടുവിൽ അത്യുന്നതൻ്റെ മറവിൽ അവൻ നിന്നെ മറച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നെ മിനുക്കി അമ്പാക്കി പൂണിയിൽ മറച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഉറപ്പിച്ചോ, അവന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ പുറത്തു വരാൻ സമയമായി. ദൈവത്തിൻ്റെ സമയം വരികയാണ്. ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് എന്താണ് ഇന്ന് പകൽ നമ്മോട് പറയാനുള്ളത്? ദൈവം പറയുകയാണ്, നീ എൻ്റെയാണ്. ഞാനാണ് നിന്നെ വിളിച്ചത്. ഞാനാണ് നിന്നെ മിനുക്കിയത്. ഞാനാണ് നിന്നെ മറച്ചത്. ഞാനാണ് നിന്നെ ഒളിപ്പിച്ചത്. ഇത്രത്തോളം നീ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കരം എൻ്റെയാണ്. അങ്ങനെയെങ്കിൽ നീ എൻ്റെയാണ്. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കും, പക്ഷേ
വെള്ളം നിന്നെ മുക്കില്ല. നദിയിലൂടെ നീ കടക്കും, നദിയും നിന്നെ മുക്കുകയില്ല. നീ തീയിലൂടെ കടക്കും, തീ നിന്നെ ദഹിപ്പിക്കില്ല. കാരണം നീ എൻ്റെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വ്യക്തമായ സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയം തെറ്റിയിട്ടില്ല, തെറ്റുകയുമില്ല. ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും. ഒരു ദൈവമഹത്വം ദൈവം നിൻ്റെ ജീവിതത്തിൽ മറച്ചു വെച്ചിട്ടുണ്ട്. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ദ്വീപുകളെ എൻ്റെ വാക്ക് കേൾപ്പിൻ, വംശങ്ങളെ എന്നെ ശ്രദ്ധിപ്പിൻ. പ്രവാചകൻ പറയുന്നു, എൻ്റെ ദൈവം എന്നെ ഉപയോഗിക്കാൻ പോകുന്നത് ഇൻ്റർനാഷണലാണ്. ഈ ഭൂമി മുഴുവനും കടന്നു ചെല്ലാനുള്ളൊരു സന്ദേശം ദൈവം നിങ്ങളുടെ നാവിൽ തന്നിട്ടുണ്ട്. സുവിശേഷം സകല ജാതികളോടും പങ്കുവയ്ക്കാൻ ദൈവം നിങ്ങളുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. വചനത്തോട് പ്രതികരിക്കാം, വിശ്വസിക്കാം, ദൈവസമയത്തിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.